കൃപാ സ്കൂളിലേക്ക് സ്വാഗതം. അഡിക്ഷനെ കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഡിക്ഷൻ അതെന്തു ആയാലും, മദ്യമായാലും കഞ്ചാവായാലും MDMA ആയാലും മൊബൈൽ ഫോൺ സ്ക്രീൻ അഡിക്ഷൻ ആണെങ്കിലും അതിൽ വീണുപോയാൽ തിരിച്ചു കയറുക അത്ര എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ വീഴാതിരിക്കുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീണുപോയാൽ അതിൽ നിന്നും വിമുക്തി നേടുക അത്ര എളുപ്പമല്ല. മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ യുവജനങ്ങൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അതിൽ വീഴാതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അഡിക്ഷനിൽ നിന്നും പരിപൂർണമായി, എന്ത് അഡിക്ഷനുമായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി നിങ്ങൾ സത്യസന്ധമായി അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് റിക്കവർ ചെയ്യുവാൻ കഴിയുള്ളൂ. മദ്യത്തിന്റെ കാര്യമെടുത്താൽ അതിന്റെ ദുരുപയോഗം പല രൂപത്തിലായിട്ട് വരികയാണ്. ഒന്നാമതായിട്ട് അമിതമായ ഉപയോഗം, ടേക്കിംഗ് ടു മച്ച്. ഒരു മദ്യപാന രോഗി എന്ന് പറയുന്ന, മദ്യപാനത്തിലേക്ക് വീണുപോയ ഒരാളെന്ന നിലയിൽ അതിനെ കൂടുതൽ എടുത്തുകൊണ്ട് അൺകൺട്രോൾഡായിട്ട് ടു മച്ച് എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ടു ലോങ്, വളരെ ദീർഘകാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ മാറിപ്പോകുന്നു. മൂന്നാമതായിട്ട് റോങ് കോമ്പിനേഷൻ, അതായത് വ്യത്യസ്തമായ മദ്യത്തിന്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ മദ്യത്തിലൂടെ മറ്റ് അതേപോലെയുള്ള ചില മെഡിസിൻസ് ഓർ ടാബ്ലറ്റ്സ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ റോങ് കോമ്പിനേഷൻ ആകുന്നു. അത് വളരെ അപകടകരമായ അവസ്ഥയിലേക്കും വരാം. അപ്രകാരം തന്നെ യൂസ് ഓഫ് റോങ് ഡ്രഗ്സ്, ശരിയല്ലാത്ത അല്ലെങ്കിൽ മാറിപ്പോയ ഡ്രഗ്സ് ഉപയോഗിച്ചും ഇതിലേക്ക് വരാം. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാലുക്കളായിട്ട് മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ ഈ അഡിക്ഷനിലേക്ക് വീഴാതിരിക്കാൻ പറ്റുകയുള്ളൂ. വീണുപോയാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഈ വ്യക്തിയിൽ നിന്നുണ്ടായി എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മോചനം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ദുരുപയോഗം ചെയ്യുന്നത് തന്നെ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സ്റ്റേജസിനെ കുറിച്ച് പഠിച്ചാൽ പ്രൈമറി സ്റ്റേജ്, സെക്കൻഡറി ഓർ പ്രോഗ്രസീവ് സ്റ്റേജ്, മൂന്നാമതും അവസാനത്തേതും ടെർമിനൽ. അതായത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ 51 പറഞ്ഞിട്ടുണ്ട് ഇതൊരു രോഗമാണെന്ന്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെക്കുക. അതേപോലെ തന്നെ 56 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരുന്നു ഇതൊരു സൈക്കോസൊമാറ്റിക് ഓർ സൈക്കാട്രിക് പ്രോബ്ലം ആണെന്ന്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് എത്രയും ഇതിൽ നിന്ന് മാറി നിൽക്കാമോ അതാണ് ഏറ്റവും നല്ലത്. ഈ രൂപത്തിൽ വരുമ്പോൾ യുവജനങ്ങളായിട്ടുള്ള ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ ഒന്നാമതായി അവരൊരു പരീക്ഷണം, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി, ഒരു എക്സ്പെരിമെന്റൽ മനോഭാവത്തോടുകൂടി ഇതിനെ സമീപിക്കുന്നു. എന്താണ്, ഇതെങ്ങനെയാണ്, ഇതിന്റെ രുചി എന്താണ്, ഇതിന്റെ എഫക്റ്റ് എന്താണ്, ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ആറ്റിറ്റ്യൂഡോടുകൂടി സമീപിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷന് വേണ്ടി, ഒരു ഉല്ലാസത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നതായിട്ടും കാണുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇതൊരു ശീലമാകുന്നു, ഒരു തഴക്കമാകുന്നു. അതായത് ഡിപ്പെൻഡൻസിയും അതേപോലെ തന്നെ ടോളറൻസും അഡിക്ഷനിലേക്ക് കയറി വരുന്നു. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തഴക്കം അഥവാ ഒരു ഡിപ്പെൻഡൻസിയും ടോളറൻസോടും കൂടിയിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ അത് തഴക്കമായിട്ട് വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അടുത്തതായിട്ട് ഇത് എന്താണ്, നമ്മൾ ഇതിലേക്ക് വീണുപോയി കഴിഞ്ഞാൽ ദുരുപയോഗം, മിസ്യൂസിങ്, കിട്ടുന്നിടത്തോളം കഴിക്കുക, അൺകൺട്രോൾഡായി ഉപയോഗിക്കുക എന്ന അവസ്ഥയിലേക്ക് വരുന്നു. അവസാനമായിട്ട് ആസക്തിയിലേക്ക്, ഡിപ്പെൻഡൻസിയിലേക്ക്, അഡിക്ഷനിലേക്ക് ആ ആൾ വീണുപോകുന്നു. അതിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി പരിപൂർണമായിട്ട് ഈ ക്ലയന്റ് ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കുകയും
അതിന് സഹായകരമായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടി അയാളുമായി ബന്ധപ്പെട്ടുള്ളവർ ശ്രമിച്ചു എങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാമിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളെല്ലാവരും പരിപൂർണമായിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുക. അഥവാ വീണുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പരിപൂർണമായി ആശ്രയിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി അഡിക്ഷൻ ആയിട്ടുള്ള ഒരാൾ വന്നത്, നല്ലൊരു ചെറുപ്പക്കാരൻ, വിദേശത്ത് നല്ല രൂപത്തിൽ ജോലിയുള്ളവന്. അയാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു എന്നുള്ള ഉറപ്പാണ്. കാരണം ഞാൻ അയാളോട് പറഞ്ഞു, ഇതത്ര ലളിതമായ ഒരു പ്രോഗ്രാം അല്ല. ഒന്നാമതായി നിങ്ങൾ ഈ കൗൺസിലിംഗ് സെന്ററിൽ പല പ്രാവശ്യം വരേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങളൊരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് പോകേണ്ടി വരും. അത് കഴിഞ്ഞ് നല്ലൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് നിങ്ങൾ ഒരു ശബരിമല പ്രോഗ്രാം അല്ലെങ്കിൽ ശബരിമലയിൽ ഒരു വ്രതം നോക്കി ഒരു 41 ദിവസം അത് നടക്കണമെന്ന് പറഞ്ഞു. അയാൾ പൂർണ്ണമായി സമ്മതിച്ചു. അപ്പോൾ ഒരു കാര്യം ക്ലിയറാണ്, ആ വ്യക്തി ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ വിജയിക്കണമെന്നുള്ള താല്പര്യമുള്ളതാണ്. അയാൾ വിജയിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.